അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ വൃത്തികേടിൻ്റെയും ആളുകളാണെന്നുള്ള രീതിയിൽ അവിടെ പ്രസൻറ്റ് ചെയ്തു. അത് ആരാണ് ഈ ലെറ്റർ അയച്ചതെന്നും അതിൻ്റെ എപ്പി സെൻറ്റർ എവിടെയാണെന്നും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഞാനീ പറയാൻ കാരണം അതിനെച്ചാൽ നമ്മളെല്ലാം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ ചില ഭാഗത്ത് നടക്കുന്നത് നമുക്ക് എതിർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മാന്യമര്യാദയായിട്ടുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ ചില ഭാഗത്തു നിന്നുണ്ടാകുന്നത് ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ ചില ആളുകൾ മന്ത്രിക്ക് അതിന് അയച്ചതിൻ്റെ അത് പറഞ്ഞേക്കുവാണ്, ഈ ആളുകൾ പൈസ പിരിച്ചു കഴിഞ്ഞിട്ട് ശാപ്പിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ പൈസ പിരിക്കുന്നത്. എല്ലാവരുടെയും കൂടി ഇൻഫർമേഷനായിട്ട് പറയാം, ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുള്ള കമ്മിറ്റിക്കാർ 20 ആളുകൾ കൂടിയിട്ട് 5-6 ലക്ഷം രൂപ അവർ തന്നെ പോക്കറ്റ് നിട്ടിട്ടാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് നമ്മൾ സുവനീർ മറ്റുമായിട്ട് കുറേ ഫണ്ടുകൾ ജനറേറ്റ് ചെയ്തിട്ട് ആ ഫണ്ട് നമ്മുടെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അതിനെല്ലാം മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരേ സ്ഥലത്ത് നിന്ന് 8-10-20 ആളുകളെ കൊണ്ട് ലെറ്ററിങ് അയപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ വിചാരിക്കും ഇവന്മാരെന്തോ കുഴപ്പക്കാരാണെന്ന്. കുഴപ്പക്കാരല്ല എന്നുള്ളത് ഇവിടെ വന്ന് പങ്കെടുക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് അറിയുന്നത്. ബ്രട്ടാസിന് ഇത്ര ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കതിൽ ചോദിച്ചിട്ടില്ല. എന്നാൽ പോലും ഇത്തരം ചില പരിശ്രമങ്ങൾ നമ്മുടെ ഈ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരം പരിശ്രമങ്ങളെ എതിർത്തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇത്തരം സംഗതികൾ ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷേ ഇത്തരം വൃത്തികെട്ട ചില നിലപാടുകൾ ഒരാൾ എടുക്കുമ്പോൾ ഇത്തരം സംഗതികൾ പറയണം. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംഗതികൾ ആവർത്തിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടാസിനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ബ്രിട്ടാസിനെ പോലുള്ള ഒരാളെ ഇവിടെ കിട്ടിയതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോംബെയെ സംബന്ധിച്ചിടത്തോളം ഹീരാനന്ദാനി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു അഡ്രസ്സാണ്. എവിടെ ഹീരാനന്ദാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികൾക്ക് സ്വർഗത്തെ പോലെ താമസിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുള്ള ഒരു കോംപ്ലക്സാണിത്. ഇവിടെയുള്ള ആളുകളെല്ലാം സഹോദരങ്ങളെപ്പോലെ വളരെ സൗഹാർദ്ദത്തോട് കഴിയുകയാണ്. അതിവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ 120 ഫാമിലിക്കാരുണ്ട്. ആ 120 ഫാമിലിക്കാരും വളരെ സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഈ കോംപ്ലക്സാണിത്. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു പരിപാടിയിൽ ബ്രിട്ടാസിനെ പോലുള്ള ഒരാളെ കിട്ടിയതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ പുതുവർഷത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി ആലീസ് തരാട്ടിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. and Shri Gokul Madhavan. We appreciate your presence here, sir and madam. Miss Parvati Omanakuttan is here. I request Parvati Omanakuttan, please come out to the stage. Miss Parvati Omanakuttan. Miss Parvati Omanakuttan is on the stage. Please be seated, ma'am. മിസ് പാർവതി ഓമനക്കുട്ടന് ഒരു ബൊക്കെ നൽകി ആദരിക്കുന്നു. മിസ് പാർവതി ഓമനക്കുട്ടന് ബൊക്കെ നൽകി ആദരിക്കുന്നു. ശ്രീ ജോൺ തോമസ്. ശ്രീ ജോൺ തോമസ്. ശ്രീ ജോൺ തോമസ് പ്ലീസ്. ശ്രീ പി ജെ പോൾ ബൊക്കെ നൽകി ആദരിക്കുന്നത് മിസ് പാർവതി ഓമനക്കുട്ടൻ. പാർവതി ഓമനക്കുട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന ഭാജനമാണ്. മിസ് വേൾഡ് ആയിരുന്നു ആൻഡ് ഷീ ഈസ് എ ഫിലിം സ്റ്റാർ. മിസ് പാർവതി ഓമനക്കുട്ടൻ, പ്ലീസ് അഡ്രസ് ദ ഓഡിയൻസ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും ഞാൻ പുതുവത്സര ആശംസകൾ നേരുന്നു. വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് എ വെരി വെരി പ്രോസ്പെറസ് ന്യൂ ഇയർ ഐ ഹോപ്പ്. ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഹിരാനന്ദാനി മലയാളി അസോസിയേഷൻ്റെ പ്രോഗ്രാമിൽ എന്നെ ഇവിടെ സ്റ്റേജിൽ വിളിച്ച് to treat me like a special guest, it's an honorable thing, especially when we have celebrities like Sir John Brittas and sitting on the dais. So
ഇത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെ ഇവിടെ വിളിച്ചതിൽ ഞാൻ ഹിരാനന്ദാനി മലയാളി അസോസിയേഷൻ്റെ എല്ലാ സേഴ്സിനോടും ഞാൻ താങ്ക് യു പറയുന്നു. വാട്ട് ഡു ഐ സേ? ഇറ്റ്സ് എ വെരി വെരി ഗുഡ് തിങ്. ഇങ്ങനെ ഒരു നമ്മളുടെ മലയാളികളുടെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പ്രോഗ്രാം കുറേ കൂടി നന്നായിട്ട് ബോംബെയിൽ കുറേ കൂടി നടത്തണം എന്നുള്ള ഇതൊരു മാതൃകയായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ഐ ജസ്റ്റ് ഹോപ്പ് ദാറ്റ്. ബിക്കോസ് 150 കൂടുതൽ ഫാമിലീസ് ഒന്നിച്ച് വരുന്നത്, it's a very good thing, and really appreciate the way it is turned out. ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ആൾക്കാരുടെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു പങ്കാളിത്തവും, it's a very good thing to see. And as a Malayali, I'm really, really proud. Thank you very much. Wishing you all a very happy New Year. Thank you, Ms. Parvati Omanakuttan. I'm 100% sure that the pleasure of this August audience is augmented by the presence of media icon Sri John Brittas. അടുത്തതായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങിന് അതിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും പകർന്നു നൽകുന്ന എൻ്റെ സഹോദരീ സഹോദരന്മാർ, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കർമ്മമാണ് അനുഷ്ഠിക്കാൻ പോകുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, കേരളത്തിലൊരു മന്ത്രി പങ്കെടുത്ത് അനുഷ്ഠിക്കേണ്ട ചടങ്ങ് കൂടി ഒരു മുഖ്യാതിഥിയായ ഞാൻ അനുഷ്ഠിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ പടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ചടങ്ങ് ഞാൻ പൂർത്തിയാക്കാം. എൻ്റെ അടുത്ത സുഹൃത്താണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരുപക്ഷെ അദ്ദേഹം വരാത്തതിൻ്റെ കാരണം കേരളത്തിൻ്റെ തനതായ രാഷ്ട്രീയ അവസ്ഥയാണ്. ഇപ്പോൾ അസംബ്ലിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. കാര്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവും ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശ്രീ തിരുവഞ്ചൂർ, നിങ്ങളുടെ തല അറുത്തപ്പോൾ കേരളത്തിലെ UDFൻ്റെ പ്രതിസന്ധി അവസാനിച്ചോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നല്ലത്, അങ്ങനെയാകട്ടെ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കൊണ്ടാണ് അദ്ദേഹം വരാതിരിക്കുന്നത്, അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് കാരണമല്ല. കേരളത്തിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അല്പം ഞെട്ടിയിരിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു 8:30 കഴിഞ്ഞ് കേരളത്തിൽ ഇത്ര ആൾക്കാർ ഇത്ര സുബോധത്തോടെ ഇരിക്കാറില്ല. ഒന്നുകിൽ നിങ്ങൾ കടിച്ചു പിടിച്ചിരിക്കുകയാണ്, അതല്ലെങ്കിൽ നന്നായി അഭിനയിക്കാനുള്ളൊരു സിദ്ധി നിങ്ങൾക്കുണ്ട്. ആണോ? ആണുങ്ങൾ മാത്രം. ഓക്കെ, ശരി. കേരളത്തിൽ ഒരു 8 മണി കഴിഞ്ഞ് ഇതുപോലെ ഇത്ര ആൾക്കാർ അച്ചടക്കത്തോടെ, അനുസരണയോടെ, ഇത്രയും ശ്രദ്ധയോടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുക എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഒരു 20-30 വർഷം മുമ്പ് നടന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു അച്ചടക്കവും ഈ ഒരു സാമീപ്യവും സ്നേഹവും ഒക്കെ മുംബൈ മലയാളികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കേരളത്തിനത് അന്യം നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ആശംസയും അഭിനന്ദനവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇവിടെ എന്നെ 2-3 തവണ പരിചയപ്പെടുത്തി. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കുക, വിമിഷ്ടായിരിക്കുക. ഇത് ഞാൻ തന്നെയാണോ ഇവിടെ പരിചയപ്പെടപ്പെട്ടത് എന്നൊരു സംശയമായി. ഒരു സാധാരണ മാധ്യമ പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. മുംബൈയിലെ വളരെ പ്രസിദ്ധമായ ഒരു അസോസിയേഷൻ്റെ ഭാഗവാക്കായി ഏതാനും വാക്കുകൾ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അസോസിയേഷൻ്റെ ഭാരവാഹികളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ ഏതാനും വാചകങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാകുന്നതിൻ്റെ ഒരു
പ്രത്യേക അവസ്ഥയിൽ നിങ്ങളെ കൂടുതൽ ഇരുത്താൻ പാടില്ല. രണ്ടിവിടെ കലാവിരുന്ന് ഒരുങ്ങുന്നു, ഭക്ഷണം ഒരുങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂടുതൽ പറയുന്നത് ഒരു അധിക പ്രസംഗമായിരിക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് വകതിരിവാണ്. അതുകൊണ്ട് ആ വകതിരിവ് എനിക്ക് ഉണ്ട് എന്ന് തെളിയിക്കാനുള്ളൊരു ബാധ്യത കൂടി ഈ ഒരു സാഹചര്യത്തിലുണ്ട്. ഒരുപക്ഷെ എൻ്റെ ചെയർമാൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 2-3 വാചകങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കും. ഇന്ന് 4-5 പേര് ഒരു സ്ഥലത്തിരുന്നാൽ ആ 5 പേര് തമ്മിലൊരു സംസാരവും നടക്കാറില്ല. കഴിഞ്ഞ ഞങ്ങളുടെ കൈരളി TV കഴിഞ്ഞ ബോർഡ് മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് ചില കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് 4-5 പേര് ഒരു കോഫി ഹൗസിലിരുന്ന് സംസാരിച്ചാൽ അവർ തമ്മിൽ ഒരു സംസാരവും നടക്കുന്നില്ല. അവർ മൊബൈൽ ഫോണിൽ 100-200 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് സംസാരിക്കുന്നത്. കാപ്പിക്ക് മധുരം വേണോ, അങ്ങനെ വളരെ ഔപചാരികമായ ചില കുശലങ്ങൾ ഒഴിച്ചാൽ ഈ 4 പേർക്കിടയിലെ സംസാരം മറ്റ് 4 പേരുമായിട്ട് ഏതോ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. 2, നമ്മുടെ വീടിൻ്റെ ഡ്രോയിങ് റൂമിലിരുന്ന് നമ്മൾ ടെലിവിഷൻ കാണാൻ വേണ്ടി 4-5 പേരിയ്ക്കുകയാണെങ്കിൽ അവർ തമ്മിലൊരിക്കലും സംസാരിക്കുന്നില്ല. അവരാ കഥാപാത്രങ്ങളായിട്ടോ ആ സംഭവങ്ങളായിട്ടോ സംസാരിക്കുന്നു. ഒരുപക്ഷെ പരസ്പരമുള്ള സംസാരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഒരു സംസാരം ഉണ്ടാകുന്നില്ല. അവർ വേറൊരു വീട്ടിലെ അച്ഛനും മക്കളുമായി സംസാരിക്കും. അതുപോലെ ഒരു കോഫി ഹൗസിലോ ഹോട്ടലിലോ അല്ലെങ്കിൽ എന്തിനേറെ ഒരു തീർത്ഥാടനത്തിനോ അല്ലെങ്കിൽ വെക്കേഷനോ പോകുന്ന കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ തമ്മിൽ സംസാരിക്കാറില്ല. അവർ എപ്പോഴും മൊബൈൽ ഫോണിലാണ്. ബ്ലാക്ക്ബെറി, SMS, വാട്സപ്പ്, അങ്ങനെ ഒരുപാട് സങ്കേതങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് ദൂരെ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമൊരു ഗ്രാമമായി ചുരുങ്ങി അല്ലെങ്കിൽ ഒരു പന്ത് പോലെയായി എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നമ്മുടെ സംസാരത്തിൻ്റെ ദൈർഘ്യം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അടുത്തുള്ളവരോട് നമ്മൾ സംസാരിക്കാറില്ല, ദൂരെയുള്ളവരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിന് വിരാമം കുറിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ആരും മൊബൈൽ ഫോണിൽ ദൂരെയുള്ളവരോട് സംസാരിക്കാറില്ല. ഇവിടെ അടുത്തിരിക്കുന്നവരോട് മാത്രം സംസാരിക്കുന്നു. ഈ ചുറ്റുവട്ടത്തിൽ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രം തമ്മിൽ സംവദിക്കുന്നു. ഇത് വളരെ അപൂർവമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംസാരത്തിൻ്റെ ഈ ലംബമായി പതിക്കുന്ന ഈ ഒരു പ്രതിഭാസത്തെ ചുരുക്കി നമുക്കിടയത്തിൽ തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു ഒത്തുചേരലിന് വേണ്ടിയിട്ട് തയ്യാറായ, അത് ന്യൂ ഇയറിൻ്റെ പേരിലാണെങ്കിലും ക്രിസ്മസിൻ്റെ പേരിലാണെങ്കിലും മറ്റേതെങ്കിലും പേരിലാണെങ്കിലും ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ഈ വളരെ പ്രശാന്ത സുന്ദരമായ ഈ സാഹചര്യത്തിൽ ഒത്തുകൂടിയതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഒത്തുകൂടൽ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും നിമിത്തം വെച്ച് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇപ്പം കേരളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പം ശ്രീ തിരുവഞ്ചൂർ വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഒരു പരദേശിയാണ്. എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു പങ്കും ഞാൻ ചെലവഴിച്ചിരിക്കുന്നത് ദില്ലിയിലാണ്. ഒരു 21 വയസ്സ് കഴിഞ്ഞ ശേഷം ഞാൻ ദില്ലിയിലേക്ക് പലായനം ചെയ്ത ഒരാളാണ്. അപ്പം ഒരുപക്ഷെ മുംബൈക്കാരെ പോലെ തന്നെ ഒരു സംസ്കാരമാണ് എനിക്കുമുള്ളത്. ഇപ്പോഴും എൻ്റെ കുടുംബം സെറ്റിൽ ചെയ്തിരിക്കുന്നത് ദില്ലിയിലാണ്. കേരളം അത്ര സുരക്ഷിതത്വം അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുടുംബക്കാരോട് പറഞ്ഞു അവിടെ നിന്നാൽ മതി. അപ്പം കേരളത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ ദുബായി പോകുമ്പോഴും ലണ്ടനിൽ പോകുമ്പോഴും ന്യൂയോർക്കിൽ പോകുമ്പോഴും ഡൽഹി പോകുമ്പോഴും മുംബൈ പോകുമ്പോഴും മലയാളികൾ തമ്മിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്നൊരു മലയാളിയെ കാണുമ്പോൾ ആദ്യം തന്നെ മുംബൈ മലയാളിയും ഡൽഹിയും മലയാളിയും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്ത് പറ്റി കേരളത്തിൽ? ഇങ്ങനെ പോയാൽ മതിയോ കേരളത്തിൽ? കേരളത്തിൽ വന്ന് കേരളക്കാരെ തെറി പറയാത്തൊരു മലയാളിയില്ല. എന്താ കാരണം? വരുന്നു, കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു, 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്തേണ്ട കേരളത്തിൽ 5 മണിക്കൂർ റോഡിൽ കഴിഞ്ഞാലും എത്താൻ പറ്റുന്നില്ല. ലോകത്തിൽ ആദ്യമായി റോഡ് ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയെ കാണുന്നു. പ്രധാനമന്ത്രി ആകെ ചിരിച്ചൊരു സന്ദർഭം അതാണ്. അങ്ങനെ ഒരു റെക്കോർഡ് സൃഷ്ടിക്കാൻ മലയാളിക്ക് പറ്റി.
ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയത്തിൻ്റെയോ അല്ല ഏതെങ്കിലും ഒരു വീക്ഷണത്തിൻ്റെയോ ഒരു പിൻബലമോ പിന്തുണയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപക്ഷെ മലയാളിക്ക് സംഭവിച്ചിരിക്കുന്നത് ഞാൻ കൂടി ഭാഗവാക്കായ മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയൊരു ചതിക്കുഴിയാണ്. ഞാനെപ്പോഴും അക്കാര്യത്തിൽ ഞാൻ സ്വയം വിമർശനാത്മകമായിട്ട് പറയുക. എന്താ കാരണം? അമർത്യാസൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നെറുകയിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു സമൂഹമാണ് മലയാളി. എന്താ കാരണം? ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ 20% പോലും ഇല്ലാതെ സായിപ്പിനെ വെല്ലുന്ന മനുഷ്യശേഷി സൂചകങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ സൂചകങ്ങൾ സൃഷ്ടിച്ച മലയാളി ഏതോ ഘട്ടത്തിലെത്തിയപ്പോൾ അവന് കാലിടറി. അതല്ലെങ്കിൽ അമർത്യാസൻ പറഞ്ഞ പോലെ ലോകത്തെ നയിക്കേണ്ട അല്ലെങ്കിൽ ലോകത്തിൻ്റെ ലോക്കോമോട്ടീവ് ആകേണ്ട ഒരു വിഭാഗമായിരുന്നു മലയാളികൾ.